നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിക്കുന്നതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി വടകര മുട്ടുങ്ങൽ സ്വദേശിനി ഷിംജിത മുസ്തഫ അറസ്റ്റിൽ. ഭരണപക്ഷാംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് തിരൂർ നഗരസഭാ കൗൺസിലർമാർ യോഗത്തിൽ അജണ്ട മാറ്റിവെച്ചു. GSI മാപ്പിംഗ് പദ്ധതിയുടെ അജണ്ടയിലാണ് ഭരണപക്ഷ കൗൺസിലർമാർ പ്രതിഷേധിച്ചത്. ആകാശക്കാഴ്ചകൾ അറിവുത്സവമാക്കി വിദ്യാർത്ഥികൾ. പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു വാന നിരീക്ഷണം സംഘടിപ്പിച്ചത്. തിരൂർ ഈസ്റ്റ് ബസാർ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുന്നതിനെതിരെ FNPO ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റീത്ത് സമർപ്പണം നടത്തി. വെട്ടത്തുനാടിന്റെ സായം സന്ധ്യ മനോഹാരിത പടർത്തി വെട്ടം AMUP സ്കൂൾ വാർഷികാഘോഷം. വിവിധ കലാപരിപാടികൾ കൊണ്ട് ശതാബ്ദി ആഘോഷത്തിന് മാറ്റുകൂട്ടി. തിരുനാവായ കുംഭമേളയോടനുബന്ധിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കുംഭമേള നടക്കുന്ന പ്രദേശങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി. വാർത്തകൾ വിശദമായി. സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിക്കുന്നതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി വടകര മുട്ടുങ്ങൽ സ്വദേശിനി ഷിംജിത മുസ്തഫ അറസ്റ്റിൽ. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തത്. കോടതി പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തുടർന്ന് മഞ്ചേരി സബ് ജയിലിൽ എത്തിച്ചു. ഷിംജിത ദൃശ്യം പകർത്തിയെന്ന് കരുതുന്ന ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സബ് ജയിലിന് മുന്നിൽ ഷിംജിതയ്ക്കെതിരായ മുദ്രാവാക്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. ബെട്ട ന്യൂസ് മലപ്പുറം. ഭരണപക്ഷാംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് തിരൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അജണ്ട മാറ്റിവെച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട GIS മാപ്പിംഗ് പദ്ധതിക്ക് അക്രഡിറ്റ് ഏജൻസിയുടെ ടെൻഡർ അംഗീകരിക്കാനുള്ള അജണ്ടയിലാണ് ഭരണപക്ഷ കൗൺസിലർമാർ പ്രതിഷേധിച്ചത്. ഗ്രാമീണ പഠന കേന്ദ്രം നൽകിയ 31,41,560 രൂപയുടെ ടെൻഡർ അംഗീകരിക്കാൻ നഗരസഭാ അധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ശ്രമിക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് കൗൺസിലറായ യാസിർ പയ്യോളി എതിർത്തത്. കോടതിയിൽ അതിന് കൃത്യമായിട്ട് എന്ത് നിലപാടാണ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തെടുത്തിട്ടുള്ളത്? ടെൻഡർ തുക കുറവാണെന്നും പദ്ധതി പഠിക്കാൻ കൗൺസിലർമാർക്ക് അവസരം ലഭിച്ചില്ലെന്നും ഇത്രയും വലിയ തുകയുടെ ടെൻഡർ അംഗീകരിക്കും മുമ്പ് കൗൺസിലർമാർക്ക് ഇതിന്റെ വ്യവസ്ഥകൾ പഠിക്കാൻ സമയം വേണമെന്നും യാസിർ പറഞ്ഞു. ഇതേ ആവശ്യം മുസ്ലിം ലീഗ് കൗൺസിലർ KK റിയാസും ഉന്നയിച്ച് എതിർത്തതോടെ അജണ്ട മാറ്റിവെച്ചു. എന്നാൽ ഈ വിഷയത്തിൽ ടെൻഡർ അനുവദിക്കാമെന്ന് പ്രതിപക്ഷ CPM കൗൺസിലർ അഡ്വക്കേറ്റ് V ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ വിഷയത്തിൽ ടെൻഡർ അനുവദിക്കാമെന്നാണ് പ്രതിപക്ഷ CPM കൗൺസിലർ അഡ്വക്കേറ്റ് V ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടത്. യോഗത്തിൽ നഗരസഭാധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി അധ്യക്ഷത വഹിച്ചു.
പഠിച്ചതിന് ശേഷം കൗൺസിലർമാർക്ക് നാളെ മറ്റന്നാൾ ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചാൽ അതിന് പുതിയ കൗൺസിലർമാർ പഠിക്കണം. അവരെ ടെസ്റ്റിന് 2 ദിവസം കഴിഞ്ഞ് വേറെ കൗൺസിൽ വിളിച്ചോട്ടെ അതാണ് ഈ കാര്യത്തിൽ ഏറ്റവും നല്ലത്. അതങ്ങനെ പോകുന്നത് അത് ഒന്ന് പഠിച്ചതിന് ശേഷം അടുത്ത കൗൺസിലിന് കൊടുക്കുന്നതാവും നല്ലത്. വെട്ട ന്യൂസ് തിരൂർ. ആകാശക്കാഴ്ചകൾ അറിവുത്സവമാക്കി വിദ്യാർത്ഥികൾ. പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ വാനനിരീക്ഷണം ആകാശക്കാഴ്ചകൾ നിരീക്ഷിച്ചറിയാനുള്ള അവസരമായി. ദൂരദർശിനിയുടെ സഹായത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. നക്ഷത്രങ്ങളുടെ ചലനം, സമയക്രമം, നെബുലകൾ, ഗാലക്സികൾ, വിവിധ ദിക്കുകളിൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രങ്ങളുടെ നിറം, തിളക്കം, ആകൃതി തുടങ്ങി ആകാശാറിവിന്റെ വിസ്മയാനുഭവവുമായി വാനനിരീക്ഷണം. മലപ്പുറം അമേച്ചർ ആസ്ട്രോണമേഴ്സ് സൊസൈറ്റിയുടെ കൺവീനർ കൂടിയായ സുധീർ ആലങ്കോടാണ് വാനനിരീക്ഷണ ക്ലാസ് നയിച്ചത്. ദൂരദർശിനിയുടെ സഹായത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. പടിഞ്ഞാറാണ്. ആ 2 വാക്കുകളുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ കിഴക്ക് എന്ന പദം മലയാളത്തിലെ കിഴക്ക് എന്ന് പറഞ്ഞാല് കീഴ് അർക്കൻ. അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ പര്യായം. താഴെ അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ താഴെ നിന്ന് പൊങ്ങി വരുന്ന സ്ഥലം, അതാണ് കിഴക്കായി. ഞായർ പടിയുന്ന സ്ഥലമാണ്. സ്കൂൾ മാനേജർ MK അബ്ദുൽ മജീദ് മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മാസ്റ്റർ ടി മുനീർ, റസാഖ് പാലോളി, SRG കൺവീനർ K പ്രിയ, ശാസ്ത്ര ക്ലബ്ബ് കൺവീനർ സുലൈഖ, BV റുക്സാന, CMA ഷംസീന, സ്റ്റാഫ് സെക്രട്ടറി TM നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബെട്ട ന്യൂസ് പറവണ്ണ. തിരൂർ ഈസ്റ്റ് ബസാർ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുന്നതിനെതിരെ FNPO ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റീത്ത് സമർപ്പണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാജി പാച്ചേരി ഉദ്ഘാടനം ചെയ്തു. തിരൂർ ഈസ്റ്റ് ബസാർ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുന്നതിനെതിരെ FNPO ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യനങ്ങാടിയിൽ പ്രതിഷേധ സംഗമം നടത്തി. ഓഫീസിനു മുന്നിൽ പ്രതീകാത്മക റീത്ത് സമർപ്പിച്ചായിരുന്നു പ്രതിഷേധം. പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ഷാജി പാച്ചേരി ഉദ്ഘാടനം ചെയ്തു. ഒരു അഭിമാന സ്ഥാപനം അല്ലെങ്കിൽ അഭിമാന സ്തൂപകമായിട്ട് നമ്മൾ കാണുന്നതാണ് സ്കൂളുകൾ ഉൾപ്പെടെ ഹോസ്പിറ്റൽ ഉൾപ്പെടെ അതിന് സമാനമായി നമ്മൾ കാണുന്ന ഒന്നാണ് പോസ്റ്റ് ഓഫീസ് മേഖലയും. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ TV ദേവദാസൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി നൌഷാദ് പരന്നേക്കാട്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യാസിർ പയ്യോളി, ഷറഫുദ്ദീൻ കണ്ടാത്തിയിൽ, ഹനീഫ KP, സിറ്റി വാസുദേവൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിക്ക് E സുരേഷ്, CP കൃഷ്ണൻ, KG സിബി എന്നിവർ നേതൃത്വം നൽകി. വെട്ട ന്യൂസ് തിരൂർ. വെട്ടത്ത് നാടിന്റെ സായം സന്ധ്യക്ക് മനോഹാരിത പകർന്ന് വെട്ടം AMUP സ്കൂൾ വാർഷികാഘോഷം. ശതാബ്ദി ആഘോഷത്തിന്റെ 1ാം ദിവസത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാവിരുന്നും അംഗൻവാടി പ്രീ പ്രൈമറി കലോത്സവവും ശതാബ്ദി ആഘോഷത്തിന് മാറ്റുകൂട്ടി. വെട്ടം AMUP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം ശതമുദ്രയെന്ന നാമധേയത്തിലാണ് കൊണ്ടാടുന്നത്. ജനുവരി 21, 22, 23 തീയതികളിലാണ് ആഘോഷം സംഘടിപ്പിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അധ്യാപകരും മാനേജ്മെന്റ് കമ്മിറ്റിയും ചേർന്ന് ശതാബ്ദി ആഘോഷം നാടിന്റെ ആഘോഷമാക്കി. 1ാം ദിനമായ ബുധനാഴ്ച അങ്കണവാടി കലോത്സവം പൂത്തുമ്പിയും പ്രീ പ്രൈമറി കലോത്സവം മിന്നാമിന്നിയും അരങ്ങിലെത്തി. വൈകിട്ടോടെയാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാവിരുന്നിന് വേദി സാക്ഷിയായത്. ഹരിതകർമ്മസേന പ്രവർത്തകരുടെ തിരുവാതിരക്കളിയും അധ്യാപികമാരുടെ സംഘനൃത്തവും അരങ്ങേറി. గంధము పుయ్యరుగా
തുടർന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്കിറ്റ് അരങ്ങിലെത്തിയത്. പൊയ്മറഞ്ഞ കുട്ടിക്കാലത്തെ ക്ലാസ് റൂമും വിദ്യാർത്ഥികളും അധ്യാപികയുമൊക്കെ അരങ്ങിലെത്തി. ടീച്ചറെ, എന്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. വിളിച്ചിട്ട് വരുന്നില്ല. ടീച്ചറെ നേരിടാനൊരു മടി. ആരായാലും വിളിച്ചിട്ട് വാടാ. അച്ഛനിപ്പോഴും ടീച്ചറെ മുന്നിൽ വരാനൊരു ചമ്മല. എന്തിന്? പണ്ട് ക്ലാസ്സിൽ വന്ന് പഞ്ഞമിഠായിക്കാരനുമായി കച്ചറുണ്ടായപ്പോ ടീച്ചർ അന്ന് ചീത്ത പറഞ്ഞില്ലേ, അതിന്. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ. പക്ഷെ ടീച്ചറെ, അതുകൊണ്ട് കാര്യമുണ്ടായി. അതിനുശേഷം ഇതേവരെ അച്ഛൻ മദ്യപിച്ചിട്ടില്ല. ഞങ്ങളെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നെ അനിയത്തെയും പഠിപ്പിച്ച് വലിയ നിലയിലാക്കി. ഇല്ല അച്ഛാ? സന്തോഷായി. പക്ഷേ നിങ്ങൾ എന്തിനാണ് തല കുനിച്ച് നിൽക്കുന്നത്? എൻ്റെ ഒരു ശകാരം കൊണ്ട് ജീവിതത്തിൽ വിജയിച്ച ആളല്ലേ നിങ്ങൾ. അഭിമാനത്തോടെ തല ഉയർത്തി തന്നെ നിൽക്കണം. എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ വൃക്ക ടീച്ചർക്ക് വേണ്ടി നൽകാൻ തയ്യാറാണ്. മോനെ, അല്ല, എനിക്കിപ്പോ കിഡ്നി കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ ഇന്റെ കിഡ്നി എടുക്കട്ടാ. അതിന് അണക്കം ഉടനെ കിടങ്ങി എല്ലാം കള്ളൊടിച്ച് കളഞ്ഞില്ല ഭായ. അപ്പോ കാര്യങ്ങളൊക്കെ ഭംഗിയായ സ്ഥിതിക്ക് ടീച്ചറെ പുഷ്പക്ക് തൂറാണ്ടെന്ന്. എന്നാ ഞാൻ പോട്ടെ. പരിപാടി കാണാൻ തുടക്കം മുതൽ തന്നെ നിറഞ്ഞ സദസ്സായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് ബിജേഷ് ചേളാരി അവതരിപ്പിക്കുന്ന ചിരിയരങ്ങ് അരങ്ങേറും. വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളിലായാണ് വെട്ടം AMUP സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷമായ ശതമുദ്ര നടന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ, വെട്ടം. തിരുനാവായ കുംഭമേളയോടനുബന്ധിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കുംഭമേള നടക്കുന്ന പ്രദേശങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി.
ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും സംയുക്ത നേതൃത്വത്തിൽ വെട്ടം സാമൂഹിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തകർ ചേർന്ന് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ, സ്പ്രേയിംഗ്, ഫോഗിംഗ് തുടങ്ങിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി. കൊതുക് വളരാൻ സാധ്യതയുള്ള മേഖലകളിലും കൊതുക് സാന്ദ്രത കൂടിയ പ്രദേശങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലുമാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത്. വെട്ട ന്യൂസ് തിരുനാവായ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.